ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ എന്താണെന്നൊരു ചില്ലി ചിക്കനാണ്. ചില്ലി ചിക്കൻ നമുക്ക് രണ്ട് വിധത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചതാണ്, കോൺഫ്ലവറിൽ മുക്കി പൊരിച്ചുള്ളത്. അപ്പോൾ എപ്പോഴും അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പറ്റില്ല, അത് ചീത്തയാവും. നമ്മൾ ഈ ചില്ലി ചിക്കൻ കോൺഫ്ലവറിൽ മുക്കി പൊരിച്ച് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാൽ ആ ഒരു ദിവസം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കത് ചീത്തയായി പോകും. ഫ്രിഡ്ജിൽ വെച്ചാലും ഒക്കെ ചീത്തയാവും. അപ്പം ഇതാകുമ്പോൾ നമുക്ക് കുറേ ദിവസം ഇരിക്കും. ഉണ്ടാക്കി വെച്ചാൽ വൈകിട്ട് ചപ്പാത്തിക്ക് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കോൺഫ്ലവറിൽ മുക്കാതെ ചില്ലി ചിക്കൻ, മുക്കിപ്പൊരിക്കാതെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു വിധം നിങ്ങളെ കാണിച്ചു തരാൻ നോക്കിയോട്ടോ. ചില്ലി ചിക്കൻ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചിക്കൻ്റെ പുഴുങ്ങി വെക്കണം. അതിനകത്ത് നമ്മൾ പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുക്കിപ്പൊരിക്കുന്നതിന് വരം പുഴുങ്ങി വെച്ചു കേട്ടോ. അതവിടെ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പാല് സവാള അതേ മൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വീഡിയോയിൽ എനിക്ക് കൂടാൻ വേണ്ടി ഞാൻ ആദ്യമേ, ഇതിന് എല്ലാവർക്കും അറിയാമല്ലോ, ആദ്യമേ സവാള വെളിച്ചെണ്ണ വെച്ച് സവാള മൊരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടേണ്ടത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ഗാർലിക് എല്ലാം കൂടി ചതച്ചെടുത്താണ് അതിടണം, ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വന്നോട്ടെ കേട്ടോ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കേ കുറേ നാളിരിക്കുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ ഇപ്പോൾ ഒരു 3-4 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ട് ചപ്പാത്തിക്കോ കുബൂസിനോ അപ്പത്തിനോ പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാം. എപ്പോഴും എല്ലാ ദിവസവും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റണ കാര്യമില്ലല്ലോ. ഞാൻ ചില്ലി ചിക്കൻ്റെ ഒരു വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ചില്ലി ചിക്കൻ കോൺഫ്ലവറിൽ ബാറ്ററി ഇറക്കി മുക്കി പൊരിച്ചുണ്ടാക്കണം കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ വിധത്തിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കേട്ടോ. ഇപ്പം കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് മുക്കി പൊരിച്ച് എണ്ണ കൂടുതലായിരിക്കുമല്ലോ, ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. വേറെ മൊരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ഇടണം. പിന്നെ വേപ്പിലിടണം. നമ്മൾ മുരിഞ്ഞ് വരട്ടെ. ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കണം. ഇതൊന്ന് വഴറ്റി വാടി വരുമ്പോൾ നമുക്ക് അടുത്തത് ഇടാൻ പോണത് ഏകദേശം മുരിഞ്ഞത്. ഒരുപാട് കരിച്ച് കളയില്ല കേട്ടോ. കരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും. ഒന്ന് ആ പച്ചപ്പ് മാറിയാൽ മതി. പച്ചപ്പ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചപ്പ് മാറ്റാം. ഇനി അടുത്തത് നമ്മൾ ഇടാൻ പോണ ടൊമാറ്റോ സോസ്. അത് ഞാനിവിടെ അടിച്ചെടുത്താട്ടോ. ടൊമാറ്റോ സോസായിട്ട് വാങ്ങിച്ചില്ല, അത് സോസും വാങ്ങിക്കാമല്ലോ, പക്ഷേ അതിൽ കെമിക്കലുള്ളതുകൊണ്ട് ഞാൻ ടൊമാറ്റോ ഇങ്ങനെ അടിച്ചെടുക്കുള്ളൂ. ടൊമാറ്റോ മിക്സിയിൽ അങ്ങ് അടിച്ചെടുത്താൽ മതി, അപ്പോൾ പേസ്റ്റ് ആവും കേട്ടോ. ഇനി അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നത് വേണം. നമ്മൾ മുക്കിപ്പൊരിച്ച് ഉണ്ടാക്കുന്ന ടൈം എടുക്കും അത് ഉണ്ടാക്കും. ഇതാകുമ്പോൾ നമുക്ക് അടിപൊളി ആയിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. ചില്ലി ഗോപി നമ്മൾ ഉണ്ടാക്കൂല ചെയ്തുകൊണ്ട്, അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു അതേ റെസിപ്പി തന്നെയാണ്. ഇതാ ഇനി ചില്ലി ചിക്കൻ്റെ പൗഡർ. ഇത് മറ്റേ ഈസ്റ്റേൻ്റെ ആണ്, നല്ല പൗഡറാണ്. ഞാനിവരുടെ പരസ്യത്തിനല്ല, ഇത് ഇട്ടാൽ നല്ലതാട്ടോ ഈസ്റ്റേൻ്റെ. നമ്മൾ മുളകും പെപ്പറൊക്കെ ഇട്ടുകൊണ്ട് അതിന് ആവശ്യമില്ല. ഇത് ആവശ്യത്തിന് ഇടുക, കുറച്ചിടുക കേട്ടോ. ഓക്കെ, ഒരു 3 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇത് ചെറിയ സ്പൂണാകുമ്പോൾ 3 സ്പൂൺ വേണം. നമ്മളധികം കളറ് മുരിച്ച് കളറ് മാറ്റരുത് കേട്ടോ. അപ്പോൾ ചില്ലി ചിക്കൻ്റെ ആ ഭംഗി പോകും. ഇനി ഇതിലോട്ട് പുഴുങ്ങി വെച്ച ചിക്കൻ ഇടണം.
ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, നമ്മൾ മുക്കി പൊരിച്ച് വെക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് എന്താണ് കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല. അധികം ഇങ്ങനെ എപ്പോഴും ഈ ചിക്കനൊക്കെ മുരിച്ച് തിന്നപ്പോൾ വറുത്തൊക്കെ തിന്ന് കഴിയുമ്പോഴേ കൊളസ്ട്രോൾ കൂടും. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല കേട്ടോ. ഇതൊന്നും ഇനി തട്ടിക്കുട്ടി ഒന്ന്, കാരണം പുഴുങ്ങി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കണ ചിക്കനായതുകൊണ്ട് നമുക്ക് അധികം വേവിക്കാനില്ല കേട്ടോ. ഒന്നിങ്ങനെ മസാലയൊക്കെ പുരണ്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ഡിന്നറിനാണ്, രാത്രിത്തേക്ക് ചപ്പാത്തി കഴിക്കാനാണ്. കുപ്പൂസിനും നല്ലതാണ് കേട്ടോ. പൊറോട്ട, ഗോതമ്പ് പൊറോട്ട ഒക്കെ നല്ലതാണ്. മൈദയുടെ പൊറോട്ട അധികം കഴിക്കരുത്, ഗോതമ്പ് പൊറോട്ട നല്ലത്. അതാകുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല, കഴിക്കും. എത്ര ഉള്ളു പണി കേട്ടോ. ചില്ലി ചിക്കൻ റെഡി. ആ സോസൊക്കെ അങ്ങോട്ട് പുരണ്ട് വരുമ്പോഴേ എല്ലാം കൂടി മിക്സായി വരുമ്പോൾ സൂപ്പറിൻ്റെ സ്മെല്ല് കണ്ടോ, രക്ഷയില്ല. അടിപൊളി ടേസ്റ്റാണ്. ആ മസാലയുടെയും കുരുമുളകിൻ്റെയും ഗാർലിക്കിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും വിചാരിക്കണം ഇങ്ങനെ പൊരിച്ചിട്ട് മാത്രമാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. പൊരിച്ചിട്ട് ഇപ്പോൾ എല്ലാം എപ്പോഴും പൊരിച്ചുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 5 ദിവസം ഫ്രിഡ്ജിലിരിക്കും. കുറേശ്ശെ നമ്മൾ 2 പീസല്ലേ കഴിക്കുള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഉപ്പൊക്കെ പിടിച്ചോന്ന് നോക്കാം. എല്ലാം കറക്റ്റാട്ടോ, സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. എല്ലാവരും ഉണ്ടാക്കണം. ഇതുപോലെയും ചില്ലി ചിക്കൻ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തന്നതാണ്. എളുപ്പമാണ് ചില്ലി ചിക്കൻ. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നവരുണ്ട്, അറിയാൻ പാടില്ലാത്ത ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ, അവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഉണ്ടോ, സൂപ്പറാണ്. ഞാൻ പൊട്ടിച്ച് കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടോ, ഓക്കെ. അപ്പം ബായ്. എല്ലാവർക്കും വേണ്ടി ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചല്ലോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാണിക്കുള്ളൂ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് എപ്പോഴും കാണിക്കാറില്ല. എപ്പോഴും എൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ബായ്.